ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം നീളുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ അറബ് രാജ്യങ്ങൾ എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. അതേസമയം ഇത് അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇറാൻ അതിന് തയ്യാറല്ല എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായി. തീർച്ചയായിട്ടും എസ്കെൻ, ഇത് ഒരു കാര്യം വ്യക്തമാണ്, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇപ്പൊ അമേരിക്കയ്ക്ക് മേൽ വൻ സമ്മർദ്ദമാണ്. ഒരുപക്ഷെ ട്രംപ് ഒരു പരിധി വരെ അതിന് തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചന എന്താണെന്ന് വെച്ചാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ദീർഘനേരം ടെലിഫോൺ സംഭാഷണം നടത്തി. റഷ്യക്ക് ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, യുക്രൈൻ യുദ്ധത്തിന് 10,000-കണക്കിന് ഷഹേദ് ഡ്രോണുകൾ നൽകിയത് റഷ്യയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഇറാനിലെത്തിയിരുന്നു. അതുകൊണ്ട് പുടിനുമായിട്ടുള്ളൊരു സംസാരം ഒരു പാലം വെച്ച് ഇറാനുമായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള നീക്കമാണെന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇനി യുദ്ധം കൂടുതൽ നീണ്ടുപോയാൽ ചൈന നോക്കിയിരിപ്പാണ്. ചൈനീസ് ആയുധങ്ങളൊക്കെ SKN ഇറാനിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനിൽ ഇറാൻ ഈ ശക്തമായി ചെറുത്തു നിൽക്കും, ഞങ്ങളുടെ കയ്യിൽ ഇനിയും ഒരുപാട് കാലം യുദ്ധം തുടരാനുള്ള ആയുധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും തുരങ്കങ്ങളിൽ, പർവ്വതനിരകളിലെ തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എയർബേസിൽ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഇറാഖിലെ എയർബേസിലൊക്കെ വലിയ രീതിയിൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 ഇരട്ടി ആയുധങ്ങളാണ് ട്രംപ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നതാണ് ഇപ്പം നല്ലതെന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ പുതിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ ആഞ്ഞടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവിടെ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവരൊക്കെ വലിയ രോഷാകുലരാണ്. അവരുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പേടിപ്പിക്കുകയല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് SKN, ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് മിസൈലുകൾ പതിക്കുന്നില്ല, അങ്ങനെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇറാനിൽ തന്നെ വലിയ എതിർപ്പ് മിതവാദികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഞങ്ങളുടെ അയൽ രാജ്യങ്ങളിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്ക് ഇത് അയക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീവ്രവാദികളാണ് ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികൾ എന്ന് പറയുന്നില്ല, തീവ്ര നിലപാടുകാരാണ് മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക്, സൗദിയിലേക്കും ഖത്തറിലേക്കും ഒമാനിലേക്കും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ തരത്തിൽ ഇത് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യുദ്ധം കൂടുതൽ കൊണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ നിഗമനം, അല്ലെങ്കിൽ അതാണ് ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.